2005 കാലഘട്ടത്തിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടറുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലാണ് ചേലക്കര, പഴയന്നൂർ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകൾ. അതിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള പന്നിയടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പന്നിയടി, അവിടെ 2005 മാർച്ച് മാസത്തിലൊരു ദിവസം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കാർത്തിയാനി എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് അധ്യാപിക വീടിൻ്റെ മുൻവശത്ത് തുളസിത്തറയോട് ചേർന്ന ഭാഗത്ത് തലയ്ക്കും മറ്റും ഗുരുതരമായ പരിക്കുപറ്റി കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം അന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ചെറുതുരുത്തി പോലീസ് ആദ്യം അവിടെ എത്തി. അവിടെ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ CI സാറും ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘ ടീമും കൂടി ആ പന്നിയടി ഭാഗത്തെത്തി. ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വൃദ്ധയായ സ്ത്രീകളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കേസുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. റിപ്പർ മോഡൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു പരമ്പര. ഇതും അത്തരത്തിലുള്ള ഒരു കൊലപാതകമായിരിക്കുമെന്ന് ജനങ്ങളും പരിസരവാസികളും പോലീസും എല്ലാവരും സംശയിച്ചു. അന്വേഷണം ആരംഭിച്ചു. ഈ ടീച്ചർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. തൊട്ടപ്പുറത്ത് ടീച്ചറുടെ മകനും ഭാര്യയും കുട്ടികളൊക്കെ കുടുംബമായിട്ട് അവരും താമസിക്കുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്കും 4 മണിയോട് കൂടിയിട്ടൊക്കെ ടീച്ചറെ പലരും അമ്പലത്തിലേക്ക് പോകുന്നതും അവർ വരുന്നതും ഒക്കെ പോയി കണ്ടവരും പലരുണ്ട്. പക്ഷേ പിന്നീട് എങ്ങനെ ആരാൽ കൊല്ലപ്പെട്ടു എന്നും അറിയുന്നില്ല. എന്നാൽ ഈ പുറത്താണ് കൊല്ലപ്പെട്ട് കിടക്കുന്നതെങ്കിലും വീടിൻ്റെ മേൽക്കൂരയുടെ ഓടുകളെ ഇളക്കി മാറ്റിയത് മറ്റൊരു നിലയിലും കാണുന്നുണ്ട്. ടീച്ചറുടെ കഴുത്തിലുള്ള കാതിലും ഉള്ള ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളെല്ലാം കവർച്ച ചെയ്തിട്ടുണ്ട്. അത് ഊരിയെടുക്കുന്നതിനും വലിച്ചു പൊട്ടിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ചെവിയൊക്കെ പറിച്ചെടുത്ത നിലയിലൊക്കെയാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അന്വേഷണം ആരംഭിച്ചു. പ്രതിയെക്കുറിച്ചോ അത് കണ്ടവരെക്കുറിച്ചോ യാതൊരു സൂചനയും യാതൊരു വിവരങ്ങളും ആർക്കും അറിയില്ല. അതൊരു ഉൾഗ്രാമം. അപ്പോൾ ഉൾഗ്രാമത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ പേടിച്ച് അന്ന് രാത്രി എല്ലാവരും പേടിച്ച് ഇരിക്കുന്നൊരു സമയമായിരുന്നു. കാരണം നിരന്തരമായി സ്ത്രീജനങ്ങൾ മാത്രമുള്ള വൃദ്ധയായ ആളുകളെ ഇങ്ങനെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളോട് CI സാറ് പറഞ്ഞു, അഷ്റഫ്, ഞാനും എൻ്റെ കൂടെ ഷെയ്ക്കുന്ന പോലീസുകാരനൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഞങ്ങളുടെ സ്ക്വാഡിലുള്ള ആളുകൾ. ജ്യോതിഷ് ബാബു സാർ എന്ന് പറഞ്ഞ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം പെരുമ്പാവൂർ ഭാഗത്ത് എവിടെയോ കൊണ്ടാണ് വീട്. അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞപ്പോൾ, റിട്ടയർഡ് ആയതിന് ശേഷമൊക്കെ മരണപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അഷ്റഫ്, നിങ്ങളുടെ പണി തുടങ്ങിക്കോ, അന്വേഷണം ആരംഭിച്ചോ, ഇത് ഇൻക്വസ്റ്റും കാര്യങ്ങളും മറ്റു പരിപാടികളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും സീൻ ഗാർഡ് ചെയ്തു. അന്ന് രാത്രി ആയതിൻ്റെ പേരിൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊന്നും അന്ന് നടത്തിയില്ല. പിറ്റന്ന കാലത്താണ് ഇൻക്വസ്റ്റും മറ്റ് നിയമ നടപടികൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയത്. ഞങ്ങളങ്ങനെ ഫീൽഡിലിറങ്ങി അന്വേഷണം നടത്തിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് പന്നിയടി ഈ ഒരു സർക്കാർ വക ഒരു ഹാളൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്, സെൻറ്റർ. അതിൻ്റെ മുകളിൽ ഒരു സ്ട്രേഞ്ചേഴ്സ് മാത്രം താമസിക്കുന്ന ഒരു കോളനിയാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് താമസിക്കുന്ന, സർക്കാർ കൊടുത്ത ഭൂമിയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ലക്ഷം വീട് പദ്ധതി കോളനി പോലുള്ള, സർക്കാർ കൊടുത്ത സ്ഥലം പോലുള്ള ചെറിയ വീടുകൾ ഉള്ള ഒരു കോളനിയാണ്. അപ്പോൾ അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, സാർ, ഈ കോളനിയിലുള്ളൊരു പയ്യനുണ്ട്, ഒരു തമിഴ് സ്ത്രീയുടെ ഒരു മകനാണ്, ചന്ദ്രകാന്ത് എന്ന് പറയും. അദ്ദേഹം ആ ചെക്കനെ, ഒരു ചെറിയ പയ്യനാണ്, 19 വയസ്സ് അത്രേ ആയിട്ടുള്ളൂ. ഒരു മൈനർ അങ്ങ് കടന്നു, മേജറായി എന്ന് മാത്രമേ അറിയാവുന്ന ആ ഒരു പ്രായത്തിലായിരുന്നു. അവനെ ഞങ്ങളിന്ന് ഉച്ചയോട് കൂടിയിട്ട് ആ വീടിൻ്റെ പരിസരത്ത് കണ്ടിരുന്നു സാർ. എന്നാന്ന് പിന്നെ 4 മണിയോട് കൂടിയിട്ട് അവനെ ഈ നാട്ടിലും കണ്ടിട്ടുണ്ട്, ടീച്ചറേയും കണ്ടിട്ടുണ്ട് ജീവനോടെ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചയൊക്കെ അവിടെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ സാർ, വേറെ ഒന്നുമില്ല, മറ്റു കേസുകളിലൊന്നും വിട്ടിട്ടുള്ള ചെറിയൊരു പയ്യനാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സംശയിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം ആ പയ്യൻ ആ വീടിൻ്റെ മുൻവശം റോഡിൻ്റെ ഭാഗത്ത് വെച്ച് കണ്ടു. പിന്നീട് ആ സ്ത്രീയെ 4 മണിക്കും കണ്ടിട്ടുണ്ട്, അതിന് ശേഷം കണ്ടിട്ടുണ്ട്, ഈവനിങ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റു സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞു. എന്നിരുന്നാലും അത് രാത്രി തന്നെ ഞങ്ങളിങ്ങനെ വണ്ടി എടുത്തിട്ട് ആ ഭാഗത്തു കൂടെ ഇങ്ങനെ പോയി, അങ്ങനെ ഇരുട്ടായി വരുന്ന ഒരു രാത്രിയായി, എന്നാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളെ പോലീസ് വണ്ടി ഇങ്ങനെ ഈ കോളനിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറേ പയ്യന്മാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പയ്യനെ അറിയില്ല, അവൻ്റെ പേര് ചന്ദ്രകാന്ത് എന്നാണ്. കുറേ പയ്യന്മാർ കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
എല്ലാവരും ഒരു ഭാഗത്തേക്ക് പോയി. ചന്ദ്രകാന്ത് മാത്രം വേറൊരു ഭാഗത്തേക്ക് മാറി. ഇങ്ങനെ വേറൊരു അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അവൻ്റെ പ്രവൃത്തി സംശയകരമായ രീതിയിൽ നമുക്കൊരു ആളെ കണ്ടാൽ അറിയാലോ, വേറെ നമ്മൾ അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് കരുതിക്കോളൂ. സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവനൊരു പരിഭ്രാന്തം, ഒരു ചേഞ്ച്. എല്ലാവരും ഒരു ഭാഗത്തേക്ക് പോയി, ഇവൻ മാത്രം വേറൊരു ഭാഗത്തേക്ക് പോയി. അവൻ്റെ പ്രവൃത്തിയിലും നടപ്പിലുമൊക്കെ ഒരു സംശയം. അപ്പോൾ സംശയം തോന്നി. ഇപ്പോൾ ഞങ്ങളെന്തായാലും വേറെ ഒന്നും നോക്കിയില്ല, അവനോട് വണ്ടി കയറാൻ പറഞ്ഞു. ചെറിയ പയ്യനാണ്, ഒരു 18, 19, 20 വയസ്സ് ആ റേഞ്ചിലാണ്. വണ്ടി കയറാൻ പറഞ്ഞു. അവൻ വേഗം വണ്ടിയിൽ കയറി. വണ്ടി അന്നൊരു ജീപ്പാണ്. ഇപ്പോഴൊക്കെ ബൊളോറോ വണ്ടികളൊക്കെ അല്ല, അന്ന് ജീപ്പ് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ജീപ്പാണ്. ഞാനപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ബാക്കിൽ കയറിയിരുന്നു. അവനോട് പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചന്ദ്രകാന്ത്. അപ്പോൾ എനിക്ക് നേരത്തെ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ആ ആളുകൾ പറഞ്ഞ ഒരാൾ തന്നൊരു ഇൻഫർമേഷൻ പ്രകാരം പറഞ്ഞ പേരും ഈ പേരും ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ ആ പ്രവൃത്തിയും അതൊരു സംശയത്തിന് ഇട നൽകുന്ന വിധത്തിലുള്ള അവൻ്റെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു അത്. അവൻ തന്നെ ഞാൻ മറ്റു സംശയങ്ങളൊന്നും അവനിൽ പ്രകടിപ്പിച്ചില്ല. അവൻ വേറെ ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അവനുമായിട്ട് അവിടെ ഇരുന്നു. നേരെ കുറേ ദൂരങ്ങൾ സഞ്ചരിച്ച് വന്ന് ഈ കൊല നടന്ന വീടിൻ്റെ അടുത്ത് എത്തി. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ജനങ്ങൾ എല്ലാവരും കൂടി റോട്ടിൽ നിൽക്കുന്നുണ്ട്. ആരെയും വീടിൻ്റെ അകത്തേക്ക് കടത്തുന്നില്ല, വീടിൻ്റെ ഭാഗത്തേക്ക് കോമ്പൗണ്ടിലേക്ക് കടത്തുന്നില്ല. പോലീസ് കാവലുണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ കാല് നിന്നിരുന്ന 2-3 പോലീസുകാരിൽ ഒരു പോലീസുകാരനോട് ഞാൻ പറഞ്ഞു, ഈ ബാക്കിലിരിക്കുന്ന പയ്യനെ ഒന്ന് നോക്ക്, ഞാൻ CIനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു കുണ്ടിലേക്ക് ഇറങ്ങിപ്പോണം ആ വീട്. അപ്പോൾ ഞാൻ നേരെ ഇറങ്ങി CI സാറിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്, ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ ഇതിൽ കിട്ടിയതാണ്. എനിക്ക് അവനെ കാര്യമായിട്ട് സംശയമുണ്ട് സാറേ. കാരണം അവൻ്റെ പ്രവൃത്തി, ഞങ്ങളെ പോലീസ് ജീപ്പ് കണ്ടപ്പോഴുള്ള അവൻ്റെ ബോഡി ലാംഗ്വേജും അവൻ്റെ പ്രവൃത്തിയും കുറച്ച് സംശയിക്കുന്ന രീതിയിലാണ്. ഒരു ചെറിയ പയ്യനാണ്, നമുക്കൊന്ന് കാര്യമായിട്ട് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അഷ്റഫ് CI സാർ പറഞ്ഞു, അഷ്റഫേ തുടങ്ങിക്കോ, നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടേക്ക് ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഞാൻ നോക്കിക്കോളാം, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു CI സാർ. അങ്ങനെ അവനുമായിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ അപ്പോഴേക്കും രാത്രി വളരെ വൈകിയിരുന്നു. മേലുദ്യോഗസ്ഥന്മാരെല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. SP അടക്കമുള്ള DYSP അടക്കമുള്ള എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുന്നേ ഇവനെ പിടിച്ചു കൊടുന്ന് ഇവിടെ നിർത്തി ചോദ്യങ്ങൾ തുടങ്ങി. അവൻ ആദ്യം പറഞ്ഞു യാതൊരു രക്ഷയില്ല, ഒന്നും കൺഫസ് ചെയ്യുന്നില്ല, നിരന്തരമായി ചോദിച്ചു. അന്ന് രാത്രി വളരെ വൈകി വരെ ചോദിച്ചു. അവസാനം ഒരു പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് അവൻ പറഞ്ഞു, സാർ ഞാനെല്ലാം പറയാം സാർ, എനിക്ക് ഒരു ബീഡി വേണം. അങ്ങനെയാണ് ചില കൺഫഷൻ, അങ്ങനെയാണ് പ്രതികളുടെ കൺഫഷൻ ഓരോ ലെവലിലാണ്. ചില പ്രതികൾ പറയും എനിക്ക് കഞ്ചാവ് വേണം, ചിലർക്ക് വെള്ളം വേണം, ചിലർക്ക് മദ്യം വേണം. അങ്ങനെ പലരും പല വിധത്തിലാണ് പറയുക. എന്നിട്ടൊക്കെ ഒരു റിലാക്സൊക്കെ എടുത്തിട്ട് അവർ ഇതൊക്കെ വലിച്ചതിന് ശേഷമാണ് ഒരു പൊട്ടിത്തെറിക്കലാണ്, ഒരു എക്സ്പ്രഷൻ, ഒരു എന്താ പറയുക, ഒരു കൺഫഷൻ മൂഡ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു കൺഫഷൻ. അപ്പോൾ നമ്മളത് അപ്പോൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാർ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയിരുന്നതാണ്. അപ്പോൾ അമ്മൂമ്മ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ തിരിച്ചു പോന്നു. പിന്നീട് ഞാൻ ഓടി പൊളിച്ച് അകത്ത് കിടക്കാൻ നോക്കി, വീട് പൂട്ടിക്കണ്ടപ്പോൾ ഓടി പൊളിച്ച് അകത്ത് കിടന്ന് അവിടെ ഒന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതാണ് ഓടി പൊളിച്ചത്. വീണ്ടും ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്ന ആ സമയത്താണ് അമ്മൂമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ ഇല്ലാതെ നമുക്ക് അവന് സ്വർണം എന്തെങ്കിലും വിലപിടിപ്പുള്ള മുതലുണ്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടി പൊളിച്ച് അകത്ത് കിടന്നത്. വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ആ സമയത്താണ് അമ്മൂമ്മ അമ്പലത്തിലെവിടെ പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവനെ കാണും ചെയ്തു, ഇവൻ അമ്മൂമ്മേനെയും കണ്ടു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇവൻ ആ സ്ത്രീയെ ആക്രമിച്ചതാണ്. അവിടെ ഈ തുളസിത്തറയുടെ അടുത്ത് കിടക്കുന്ന ഇഷ്ടികല്ലുണ്ട്, അതെടുത്ത് ആഞ്ഞു കുത്തി ഇടിച്ച് അതിൻ്റെ നെറ്റിയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അവിടെ തന്നെ, പ്രായമായ സ്ത്രീയല്ലേ, 10-60 വയസ്സിൻ്റെ മേലെ പ്രായമുള്ളതാണ്, അത് അവിടെ തന്നെ വീണു, ഉമ്മർ തന്നെ വീണു. അപ്പോൾ അതിൻ്റെ ചെവിയൊക്കെ പറിച്ചെടുത്ത് അതിൻ്റെ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് ഇവൻ നേരെ ആ സ്ത്രീ അങ്ങനെ തന്നെ ഇട്ട് അതിന് മറ്റൊന്നും ചെയ്യാതെ അവിടുന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ കോൺഫറൻസ് പ്രകാരം നമ്മൾ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ആ സ്ത്രീയിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളിൽ കുറച്ച് സ്വർണ്ണാഭരണം അവൻ്റെ കൈവശത്തും കുറച്ച് അവൻ്റെ വീട്ടിലും വെച്ചിരിക്കുകയായിരുന്നു. ഈ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണം ജീപ്പ് അവിടെ നിർത്തി ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന സമയം പോലീസുകാരനെ ഏൽപ്പിച്ച ആ പോലീസുകാരൻ കാണാതെ, അയാളുടെ ശ്രദ്ധയിൽപ്പെടാതെ സ്വർണ്ണാഭരണം അവൻ ആ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അവൻ്റെ മൊഴി ഉണ്ടായത്. അപ്പോൾ ഈ മൊഴിയുടെ അപ്പോൾ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നു. അവരോട് കൺഫഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പ്രതിയുമായി CIനെ വിളിച്ചു പറഞ്ഞു. പ്രതിയുമായി ഞങ്ങൾ സ്ഥലത്ത് ചെന്നു.
സ്ഥലത്ത് ചെന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വീണ്ടും അറസ്റ്റ് കാണിച്ച് പിന്നീട് 27 റിക്കവറി പ്രകാരം ഈ മുതലുകളൊക്കെ പിന്നീട് ബന്ദോബസ്തിലെടുക്കുകയാണുണ്ടായത്. അങ്ങനെ ആ മൈനറായിട്ട് എന്ന് പറഞ്ഞാൽ 19-20 വയസ്സുകാരനായ പയ്യനെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡിയിലെടുത്ത് തെളിവുകളും മറ്റും ശേഖരിച്ച് കോടതിയിൽ കൊടുത്തു. ആ പ്രതിയുടെ കാര്യം പറയുമ്പോൾ അന്ന് റിമാൻഡിലായ പ്രതി പിന്നീട് അവന് ജാമ്യമെടുക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ടായില്ല. ആ കേസ് ശിക്ഷിച്ചു. ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത്. 2005 മുതൽ ഇന്ന് വരെ ഇപ്പോൾ 20 വർഷമായി, 2025 ഇന്നും ആ പയ്യൻ ജയിലിൽ കഴിയാണ്. ഇടയ്ക്കിടയ്ക്ക് പരോള് ഇടയ്ക്ക് കിട്ടാറുണ്ട്, ചിലപ്പോൾ കിട്ടില്ല. പരോളൊക്കെ വരുമ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ജയിലിൽ നിന്ന് തന്നെ വിളിക്കും. നെട്ടിശ്ശേരി തുറന്ന ജയിലിലാണെന്ന് തോന്നുന്നു ഇപ്പോഴും. സാർ, ഞാൻ ചന്ദ്രകാന്താണ് സാർ, എന്നെ മാത്രം വിടുന്നില്ല സാർ, 14 വർഷം കഴിഞ്ഞ് പലരും വിട്ടു സാർ, ഞാൻ 20 വർഷം കഴിഞ്ഞു, എന്നെ മാത്രം വിടുന്നില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് 19-20 വയസ്സുള്ള പയ്യനിപ്പോൾ ഇന്ന് 40 വയസ്സായിട്ടുണ്ടാവും. ഇന്നും അവൻ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട്. അതിനുശേഷം ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ അനിയൻ, ഒരു ഡ്രൈവർ പയ്യുണ്ട്, അവനെ ഒരുപാട് മോഷണ കേസുകളുമായി ബന്ധപ്പെട്ട് അവനെ ഞാൻ പിടിക്കേണ്ടായി. അവൻ്റെ അമ്മ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മറ്റൊരു മകൻ കൊലപാതക കേസിൽ, ഈ മകൻ മോഷണ കേസുകളിൽ പിടിക്കപ്പെട്ടു. ഈ മോഷണ കേസുകളിൽ പിടിക്കപ്പെട്ടപ്പോഴും ഈ പയ്യൻ ജയിലിൽ നിന്ന് വിളിച്ചു. അവൻ നല്ല നടപ്പിന് നന്നായി ജീവിക്കുന്ന, പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ചെറുപ്പത്തിൻ്റെ അവൻ്റെ ആ ഒരു ഇതിൻ്റെ മുകളിൽ ചെയ്ത ഒരു കുറ്റകൃത്യമാണ്. പക്ഷേ ഇന്നും അവൻ സ്ത്രീകളെ ഉപദ്രവിച്ച കേസായതിനാൽ തന്നെ ഇന്നും അവന് റിലീസ് കിട്ടാതെ 20 വർഷമായി ഇന്നും ജയിലിൽ കഴിയുന്ന ആ പയ്യനാണ്. ഇടയ്ക്കിടയ്ക്ക് പരോളിൽ വരും. അപ്പോൾ ചെറുത്തി കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ചന്ദ്രകാന്താണ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോഴും അവൻ്റെ മുഖം ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ അന്ന് ചെറിയ പയ്യനാണെങ്കിലും ഇപ്പോൾ 10-40 വയസ്സായി. അങ്ങനെ ഒരു സംഭവം ഇന്നും വളരെ ഇതായിട്ട് നിലനിൽക്കുകയാണ്. ടീച്ചർ അന്ന് നമ്മൾ ആ കൊലപാതക കേസ് പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ടീച്ചറുടെ മകനുമായിട്ട് പറഞ്ഞു കേട്ട അറിവാണ്, എന്തോ സുരക്ഷിതമില്ലായ്മ കൊണ്ടാണ് താമസിക്കുന്നത് പറഞ്ഞത്. ജനങ്ങൾ ചിലപ്പോൾ ഈ ടീച്ചറുടെ മകനെ ഈ കാര്യത്തിൽ സംശയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞിരുന്നു അവിടെ. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഈ പയ്യനെ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കാൻ പറ്റിയ തന്നെ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് പിടിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വളരെ അപ്രീസിയേഷൻ ലഭിക്കുകയും ഒരുപാട് സ്വീകരണങ്ങളും അതുപോലെ തന്നെ ഗുഡ് സർവീസ് സെൻ്ററുകളും അതുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥ മരുന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. രണ്ടായിരത്തി 11 കാലഘട്ടത്തിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടറുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന സമയത്ത് 1/2/2011 തീയതി പാലക്കാട് ജില്ലയിലെ ത്രാങ്ങാലി എന്ന് പറഞ്ഞ പഴയ ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ത്രാങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ വെടിക്കെട്ട് അപകടം ഉണ്ടായി. ആ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നെല്ലാം പോലീസുകാർ ജില്ലയിലും അവിടെ പരിക്ക് പറ്റിയവരെയും മരണപ്പെട്ടവരെയൊക്കെ അത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട DAG അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടറുടെ കൂടെ ഞാനും പോയിരുന്നു. ആ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് പരിക്ക് പറ്റിയവരൊക്കെ ആശുപത്രിയിൽ എത്തിച്ച് അതുപോലെ തന്നെ മരണപ്പെട്ടവരൊക്കെ അതിൻ്റെ ഇൻക്വസ്റ്റും കാര്യങ്ങൾക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അന്ന് രാത്രി ഒരു 8-9 മണിയോടുകൂടി ഞാൻ എൻ്റെ വീട്ടിലെത്തി. കൂടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്
കേരളത്തെ നടുക്കിയ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ നടുക്കിയ ഗോവിന്ദസ്വാമി പ്രതിയായിട്ടുള്ള ആ വലിയ കൊലപാതക കേസ് റിപ്പോർട്ടാവുന്നത്. ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള നമ്മുടെ ഇൻഫർമെൻറ്റുകൾ, നമ്മുടെ പോലീസുകാർക്ക് കുറേ ഇൻഫർമൻസ് കളക്ട് തരുന്ന കുറേ ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് സ്ക്വാഡ് വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്ന കുറേ നല്ലവരായ ജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകൾ എന്നെ വിളിച്ചു, സാർ, ഇവിടെ കലാമണ്ഡലത്തിനടുത്തൊരു പെൺകുട്ടി ട്രെയിനിൽ നിന്നും വീണ് കിടക്കുന്നുണ്ട്. അത് ട്രെയിനിൽ നിന്നും വീണതായിട്ട് തോന്നുന്നില്ല സാർ, നഗ്നയായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ നിന്നും വളരെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ വന്ന് വളരെ നഗ്നയായിട്ടാണ് കിടക്കുന്നത്. സാർ എത്രയും പെട്ടെന്ന് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോരൂ, അതൊരു ട്രെയിനിൽ നിന്ന് വീണിട്ടുള്ള അപകടമാണെന്ന് തോന്നുന്നില്ല, ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ അവിടുത്തെ നാട്ടുകാരായ ഒരാൾ എന്നെ വിളിക്കുകയാണ്. അന്ന് ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലാണ് ചേലക്കര പോലീസ് സ്റ്റേഷൻ, പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനൊക്കെ. അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ശശിധരൻ സാറാണ്. ഇപ്പോൾ ആൾ റിട്ടയർഡായി, സൂപ്രണ്ടായിട്ട് റിട്ടയർഡായി, പോലീസ് സൂപ്രണ്ടായിട്ട് റിട്ടയർഡായി. അദ്ദേഹത്തോട് ഞാൻ ഉടനെ തന്നെ വിവരം വിളിച്ചു പറഞ്ഞു, സാർ, നമ്മൾ ചെറുതുരുത്തി ലിമിറ്റിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് വിവരങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഷ്റഫേ, ഈ വിവരം ഞാനും അറിഞ്ഞു, നീ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് വാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന ഷെയ്ഖ് ഹമീദ് എന്ന് പറഞ്ഞ പോലീസുകാരനും അന്നത്തെ ഡ്രൈവർ പുരുഷു ആണ് പോലീസ് ഡ്രൈവർ, ഞങ്ങൾ കൂടിയിട്ട് CI സാറിൻ്റെ വണ്ടിയിൽ നേരെ CI സാറിനെ എടുത്ത് ഈ സംഭവ സ്ഥലത്ത് വന്നു. സംഭവ സ്ഥലത്ത് ഇരുന്നപ്പോൾ ആളുകളെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കുട്ടിയെ പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ജനങ്ങളൊക്കെ ദുരൂഹമായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഇത് സാധാരണ ട്രെയിനിൽ നിന്ന് വീണതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എറണാകുളം പാസഞ്ചർ ട്രെയിനിൽ നിന്നൊരു കുട്ടി ഒരു തമിഴിനും തമിഴത്തിയും ചാടി എന്നുള്ളൊരു വിവരം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ ഈ ട്രെയിനിൻ്റെ ഗാർഡും മറ്റു 2 സാക്ഷികളും ചെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു തമിഴത്തിയും ചാടി എന്നുള്ള വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, അവിടെ ഒരു തമിഴത്തിയും ചാടിയിട്ടുണ്ട് എന്നുള്ളത്. ഈ വിവരം അറിഞ്ഞ് വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ, ആ പരിസരത്തുണ്ടായ ഗാർഡ്, ഒരു ലൈൻമാൻ, അവരുടെ ഈ റെയിൽവേ ഗാങ്മാൻ കൃഷ്ണനെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു, തമിഴത്തിയും ചാടി. അപ്പോൾ അത് അന്വേഷിക്കാനായിട്ട് ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രാത്രി സമയത്ത് ഈ ട്രെയിൻ പോയ റൂട്ടിലൂടെ അപ്പ് ലൈനും ഡൗൺ ലൈനും 2 ലൈനുണ്ട്. ഒന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതും ഒന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്നു, അപ്പ് ലൈൻ ഡൗൺ ലൈൻ. അപ്പോൾ ഷൊർണൂർ ഭാഗത്തേക്ക് പോയ പാസഞ്ചർ ട്രെയിനിനാണ് വീണതിൻ്റെ പേരിൽ അപ്പ് ലൈനിലൂടെ എല്ലാ ആളുകളും അന്വേഷിച്ച് പോയി. അവർ അന്വേഷിച്ച് പോകുന്നത് ഈ നാട്ടിൽ കള്ളന്മാരുടെ ശല്യമുണ്ട്. അപ്പോൾ തമിഴത്തിയും ചാടി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഷൊർണൂരിൽ നിന്ന് കിട്ടിയപ്പോൾ കള്ളന്മാരായിരിക്കുമെന്ന് കരുതിയിട്ട് നാട്ടുകാർ അന്വേഷിച്ച് പോയത്. അപ്പോൾ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ടെത്താൻ കഴിയാതെ തിരിച്ചു വന്നു. ഈ വരുന്ന വഴിക്ക് തന്നെ തിരിച്ചു വരുന്ന വഴിക്കും ആ ഭാഗത്തേക്ക് അന്വേഷണത്തിന് പോകുമ്പോൾ ഒരു ഒറ്റക്കയ്യനായ ഒരാൾ കയറി വരുന്നത് കാണുന്നുണ്ട്, ട്രാക്കിൻ്റെ ഭാഗത്ത് നിന്ന് കയറി വരുന്നത് കാണുന്നുണ്ട്. അയാളെ വിളിച്ച് ചോദിച്ചു, എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഞാനൊരു പിച്ചക്കാരനയ്യാ, തൃശ്ശൂർക്ക് പോവുകയാണ് അയ്യാ എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഈ കുട്ടീനെ കിട്ടിയിട്ടില്ല ആ സമയത്ത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടീനെ ആ സമയത്ത് ട്രാക്കിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. വീണു എന്ന് പറഞ്ഞുള്ള വിവരം മാത്രമേ ജനങ്ങൾക്ക് അറിയുള്ളൂ. അല്ല, തമിഴത്തും ചാടി എന്നുള്ള പറയുന്ന ആ അവസ്ഥ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒറ്റ ഇയാളെ കണ്ടു, ചോദ്യം ചെയ്തു, അയാളെ വിട്ടു. ജനങ്ങളവിടെ കള്ളന്മാരായിരിക്കും എന്ന് കരുതിയിട്ട് ആ പരിസരത്തൊക്കെ എല്ലായിടത്തും നോക്കി, ആരെയും കണ്ടില്ല. ജനങ്ങളിതെല്ലാം പിരിഞ്ഞു പോയി. കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു നാട്ടുകാരനായ ഒരാൾ ഈ അടുത്ത കടയിലേക്ക്, കലാമണ്ഡലത്തിൻ്റെ നേരെ മുന്നിലുള്ള കടയിലേക്ക്, അന്ന് ഈ റീചാർജ് കൂപ്പൺ മേടിക്കും മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി, അതിനായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ വന്ന സമയത്ത് അയാൾ ഒരു സൈഡിലേക്ക് മാറി നിന്നു. ആ മാറി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഞരക്കം കേട്ടു. ഞരക്കം കേട്ടപ്പോൾ ടോർച്ചടിച്ച് നോക്കിയതാ. അപ്പോഴാണ് ഈ കുട്ടി വിവസ്ത്രയായി ഈ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. ഇയാൾ എന്ത് ചെയ്യണം? ആ ഇരുട്ടത്ത്, ആ ട്രാക്കിനകത്ത്, ആ
ആ ട്രാക്കിൻ്റെ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തബ്ധനായി നിന്ന് അവിടെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു, ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ വിളിയും കൂക്കുവിളിയും കേട്ടുകൊണ്ട് അവിടുത്തെ പരിസരത്തുള്ള നേരത്തെ അന്വേഷിക്കാൻ പോയ ആളുകളും മറ്റു ചില ആളുകളൊക്കെ ഓടിക്കൂടി വന്നു. അപ്പോൾ ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്യാങ് കൃഷ്ണനും മറ്റുള്ള ആളുകളൊക്കെ കൂടി എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു മുണ്ടൊക്കെ മേടിച്ച് പുതച്ച് റോട്ടിലേക്ക്, ആ ഹൈവേയുടെ തീരത്താണ്, കലാമണ്ഡലത്തിൻ്റെ മുന്നിൽ ഹൈവേയുടെ തീരത്താണ് ഇത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രാക്കിലാണ്. ഇനി ട്രാക്ക് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ട്രെയിനുകൾ പോകുന്ന ട്രാക്കിലല്ല, അപ്പ് ലൈനും ഡൗൺ ലൈനും കൂടാതെ അതിൻ്റെ ക്രോസ് ഓവറും കൂടാതെ ഈ മെറ്റലൊക്കെ എടുക്കാൻ പോകുന്ന മറ്റൊരു ട്രാക്ക് അതിൻ്റെ ഹൈവേയോട് ചേർന്നിട്ട് മറ്റൊരു ട്രാക്ക് ഉണ്ട്. അത് മെറ്റൽ എടുക്കാനുള്ള ട്രെയിനുകൾ മാത്രമേ അതിൽ പോവുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊരു മെറ്റൽ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്തേക്കാണ് ആ ട്രാക്ക് പോകുന്നത്. ആ ഭാഗത്ത് ആ ട്രാക്കിലാണ് ഈ കുട്ടി കിടക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അന്വേഷിച്ച് പോയ ആളുകളാരും ഇത് കാണാതിരുന്നത്. അപ്പോൾ ഈ വിവരം വിളിച്ചു പറഞ്ഞതനുസരിച്ച് നാട്ടുകാരെല്ലാവരും ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ നേരത്തെ അന്വേഷണത്തിന് പോയ ആളുകളും മറ്റുള്ള ആളുകളും ഓടിക്കൊണ്ട് വന്ന് ഈ കുട്ടീനെ ഇതേപോലെ എടുത്ത് നേരെ റോട്ടിലേക്ക് കയറി. ആ സമയത്താണ് അന്ന് മന്ത്രിയുടെ ഒരു എസ്കോർട്ട് വാഹനം ഈ ത്രാങ്ങാലിക്ക് പോകുമായിരുന്നു, അവിടെ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അവരവിടെ നിർത്തി അവരിത് കണ്ടു. ആ വണ്ടിയിൽ, പോലീസ് വണ്ടിയിൽ നേരെ ആ കുട്ടീനെ കയറ്റി തൊട്ടടുത്ത ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി, ഇന്ന് ജില്ലാ ആശുപത്രി, അന്ന് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച ഉടനെ കുട്ടി അബോധാവസ്ഥയിലാണ്. പക്ഷേ ഈ വലി മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒരു വലി മാത്രമേ ഉള്ളൂ. നേരെ അവിടെ നിന്ന് നേരെ കുട്ടീനെ കൊണ്ടുപോകുന്നത് ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് റെഫർ ചെയ്ത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ സമയം അവിടെ ത്രാങ്ങാലിയിൽ അപകടം പറ്റിയ ആളുകളെ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള കുറേ ആളുകളെയും കൊടുത്തിട്ടുണ്ട്. വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് മൂവ് ചെയ്ത് ഒരു 400 മീറ്റർ കഴിയുമ്പോഴാണ് തൊട്ട് മുന്നിലുള്ള വനിതാ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കുന്നത്. ഈ PW4 and 14 മറ്റുള്ള യാത്രക്കാരും കേൾക്കുന്നുണ്ട്. ഈ ട്രെയിനിൻ്റെ അവസാനത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതോടുകൂടി ട്രെയിൻ യാത്ര അവസാനിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ PW4 പറയുന്നു, ടോമി എന്ന് പറഞ്ഞ അയാൾ പറയുന്നു, ഹൈ ഒരു പെൺകുട്ടിയുടെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത്, നമുക്ക് ട്രെയിൻ ചെയിൻ വലിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആ ഡോറിൻ്റെ ഭാഗത്ത് നിന്നിരുന്നൊരു മധ്യവയസ്കനായ അയാൾ ആരാണെന്ന് നമുക്കറിയില്ല. അയാളെ നമുക്ക് സാക്ഷിയായി കൊടുക്കാൻ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ രേഖാചിത്രങ്ങൾ നമ്മൾ വരച്ചു, അയാളെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, പക്ഷേ അയാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാൾ പറയുന്നു ആ കുട്ടിയൊക്കെ ചാടി രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ ഈ ട്രെയിനിൻ്റെ ചെയിൻ വലിച്ച് ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് ഒരു വാക്ക് പറയുന്നു. അത് പിന്നീട് ആ കേസിന് ഒരു വഴിത്തിരിവാകുവാണ്.